Hi class 10 friends, welcome back to Don't Learn English Village. I'm Vijay Kumar. This is our fourth video on the story A Very Old Man with Enormous Wings. I think you need a discussion of the important questions and their answers. You see, a few answers are written on the whiteboard. I think you remember we discussed the few questions and their answers in the previous session. So let's begin from question F. Take the text and read it. What made the couple suddenly decide to treat the man with some kindness? The couple, Pelayo and Elisenda, his wife, they decided to treat the old man with some kindness. What made them do it? എന്താണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നേ അർത്ഥമുള്ളൂ അല്ലെ? ആൻസർ ഒന്നുമില്ലൂ. The child recovered from fever following the arrival of the old man. അല്ലെ? ഓൾഡ് മാന്റെ വരവിന് ശേഷമാണ് കുട്ടിയുടെ നോക്കൂ, his fever subsided suddenly. Without any particular reason. പെട്ടെന്നാണ് ഫീവർ സബ്സൈഡ് ചെയ്തു. And the boy had an appetite, you know. അല്ലെ? അവന്റെ നല്ല വിശപ്പുണ്ടായി. അതിന്റെ അർത്ഥം നോക്കൂ, he was normal. അവൻ നോർമൽ ആണെന്ന്. ഇനി നോക്കൂ അടുത്ത സെന്റൻസ്. The couple sensed the possibility of a miracle in it. അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ആൻസറിൽ എഴുതേണ്ട കാര്യമില്ല. ഇപ്പോ ഒരു നെയ്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റിൽ ഒരു വിഷയമായിരിക്കും. ഒരു വിഷയം അല്ല, ഇത് ആരാണ് എന്നാണ് അല്ലെ തർക്കിച്ചവര് പറഞ്ഞു. നോക്കൂ, ഏഞ്ചലാണ് അല്ലെ, എന്തിനു വന്നതാന്ന് നോക്കൂ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ദി കപ്പിൾ സെൻസ്ഡ്. നോക്കൂ, അവര് ഇത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ്. അവർക്കൊരു തോന്നലുണ്ടായി. The possibility, സാധ്യത, possibility of a miracle in it. അല്ലെ? ഇതിനകത്തൊരു മിറക്കിൾ ഉണ്ടെന്ന് അവർക്ക് തോന്നും. സ്വാഭാവികമാണ് അല്ലെ? കാരണം the child recovered from fever without any known reason. അല്ലെ? ഒരു മരുന്നൊന്നും കൊടുത്തതായിട്ട് നമുക്കറിയില്ല അല്ലെ? പെട്ടെന്നാണ്. അതും എന്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്? നമുക്ക് following the arrival of the old man with wings. അല്ലെ? നോക്കൂ, this made them, ഈ സംഭവമാണ് കുട്ടിക്ക് പെട്ടെന്ന് രോഗം മാറി എന്നുള്ളതാണ്. made them treat the man with some kindness. ആൻസർ ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. The child recovered from fever soon after the arrival of the old man. സംശയമില്ലല്ലോ, ഇത്ര എളുപ്പമാണത് അല്ലെ? The old man with wings എഴുതാതിരിക്കുകയൊക്കെ ചെയ്യും. The couple sensed the possibility of a miracle in it. അതിനുള്ളിൽ ഒരു മിറക്കിൾ ഒരു സംശയിച്ചു. This made them എന്ന് പറയുന്ന ആ വാക്ക് ആ ഒരു പ്രയോഗത്തിൽ ഒരു പ്രത്യേകത. made them കഴിഞ്ഞാൽ ഇതിന്റെ കൂടി to ഒന്നും എഴുതിക്കൂടാ. നേരെ മറിച്ച് ഇത് പാസീവ് ആണെങ്കിൽ നോക്കൂ, they were made to എന്ന് എഴുതാൻ പറ്റും. ബട്ട് ഇവിടെ നോക്കൂ, ട്രീറ്റ് to എഴുതാതെ വേണം അവിടെ ട്രീറ്റ് എഴുതാം. This made them treat the man. They were made to treat the man. തിരിച്ചെഴുതാം, പാസീവ് വോയിസിലേക്ക് മാറ്റി, with some kindness. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question is, why does Pelayo lock the old man in the chicken coop? Like, he locked the old man in the chicken coop. Why? Why did he do it? ഇതാണ് ചോദ്യം. ആൻസർ നോക്കൂ. ഇവിടെ why does ആണ് പ്രസന്റ് ടെൻസിലാണ്. സോ ആൻസർ നമുക്ക് പ്രസന്റ് ടെൻസിൽ തന്നെ കൊടുക്കാം. Pelayo has doubts and fears about the old man with wings. കാരണം നമുക്ക് നന്നായി അറിയാം. He isn't sure whether he's an angel. അല്ലെ? നമുക്ക് ഏഞ്ചൽ ആണെന്ന് അറിയില്ല, a human മനുഷ്യനാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, കാരണം മനുഷ്യർക്ക് ചെറിയില്ലല്ലോ അല്ലെ.
സംതിങ് ഡേഞ്ചറസ്. ഇനി അപകടം പിടിച്ച കാര്യം എന്തെങ്കിലും ആണോ, അല്ലെ? എന്തെങ്കിലും ദുഷ്ടവിചാരവുമായിട്ടാണ് ഇവിടെ വന്നത് എന്നൊക്കെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ? സോ he looks him, that means the old man, in the chicken coop, so that ഒരു കാരണം കൂടി ഉണ്ട്, ഒരു ലക്ഷ്യം കൂടി ഉണ്ട്, അല്ലെ? നോക്കുന്നതാണ് അതിന്റെ റിസൾട്ട് ആണ്, സോറി, കാരണമല്ല, റിസൾട്ട് ആണ്. He can watch him, അല്ലെ? He can watch him from the kitchen. കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ കോഴിക്കൂടിലേക്ക് നോക്കാൻ പറ്റും, മനസ്സിലായല്ലോ? അതുകൊണ്ട് തനിക്ക് നന്നായി വാച്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് താൻ. അപ്പൊ ഈ കാരണങ്ങളാണ് കോഴിക്കൂട്ടിലൂടെ അടയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഒന്നുകൂടി നോക്കിയുള്ളൂ. Pelayo has doubts and fears about the old man. സ്വാഭാവികം, it's quite natural. He isn't sure whether he is an angel, human or something dangerous. അതും അറിയില്ല, അല്ലെ? So he locks him in the chicken coop so that he can watch him, അല്ലെ? നല്ലവണ്ണം ഒന്ന്, അല്ലെ, വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ്. സംശയങ്ങളുണ്ട് മനസ്സിൽ, ഇത്രയേ ഉള്ളൂ. So let's go to the next question. It's age. Why do the people treat the old man like a circus animal? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് the people treat, why did the people treat the old man, അല്ലെ, എന്തായിട്ട്, ലൈക്ക് എ സർക്കസ് ആനിമൽ, ഒരു സർക്കസ് ആനിമൽ ആയിട്ട് കാണാനുള്ള കാരണം എന്താണ് നോക്കിട്ടു. He is displayed like a circus animal for 5 cents per head. നിങ്ങൾ കണ്ടതാണ് കഥയിൽ, അല്ലെ? നോക്കൂ, he is displayed, അയാൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്, അല്ലെ, എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്, ലൈക്ക് എ സർക്കസ് ആനിമൽ. മനസ്സിലായാലോ? അവിടെ ടിക്കറ്റ് ബൂത്ത് ഒക്കെ ഉണ്ട്, ടിക്കറ്റ് എടുത്ത് കാണേണ്ടതുണ്ട്. അതിന് എത്ര സെൻസിനാണ്? 5 cents per head. ഒരാളിന് നമുക്ക് 5 സെന്റ് വെച്ചിട്ട് നമുക്ക് ഇയാൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇനി നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എടുത്തു വരുന്നു. People often take things as they appear to be without using their judgment. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നോക്കൂ, ഒരു വിഷയമല്ല, അല്ലെ? മാർക്സിസ്റ്റ് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിതാണ്. നോക്കിയുള്ളത് എന്താണെന്ന് ഒന്നുകൂടി നോക്കൂ. People often take things as they appear to be. കാര്യങ്ങൾ എന്താണോ കാണുന്നത് അപ്പടി വിശ്വസിക്കും, അല്ലെ? നോക്കൂ, വിതൗട്ട് യൂസിങ് their judgment. ഇത് പൊതുജനത്തിന്റെ ഒരു സ്വഭാവമാണ്, അല്ലെ? They do what others do. മനസ്സിലായില്ലേ? They take everything for granted എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? എല്ലാ കാര്യങ്ങളും കണ്ടുപിടിയതിൽ വിശ്വസിക്കുകയാണ്. ഒത്തുപേര് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരും ചെയ്യുന്നത്, അല്ലെ? അപ്പോ they do not use their judgment, അല്ലെ? അവരുടെ ജഡ്ജ് ചെയ്യാനുള്ള സ്വന്തം യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പൊതുജനം യൂസ് ചെയ്യുന്നില്ല എന്നൊരു ആശയമുണ്ട്. സോ they naturally treat him as a circus animal. ഒരുപാട് കാരണങ്ങൾ നമുക്ക് എഴുതാം, പക്ഷെ നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ, he is displayed like a circus animal for 5 cents per head. Then people often take things as they appear to be without using their own judgment. So they naturally, what did they do? So they naturally treat him as a circus animal. Do you think Alexander is shrewd and clever? Why? Do you think Alexander is shrewd and clever? Why? നോക്കൂ, shrewd എന്നുള്ള വാക്ക് നോക്കൂ. Shrewd is an adjective. ഒരു adjective ആണ്. She is a very shrewd, or he is a very shrewd politician എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെരി astute, very clever എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലെ? എന്താണ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത്? എ പേഴ്സൺ who is very clever at understanding and making judgments and smart decisions, അല്ലെ? നല്ല ഒന്നാന്തരം ഡെസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാനുള്ള കഴിവാണ് നമ്മൾ ഷ്രൂഡ് എന്ന് പറയുന്നുണ്ട്. കഴിവുള്ള ഒരാളിനെയാണ് ഷ്രൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഇപ്പോൾ ഷ്രൂഡ് എന്നുള്ള വാക്കിന് നമുക്ക് ഷ്രൂഡ്നെസ്, അത് അതിന്റെ ഫോമാണ്. ഷ്രൂഡ്ലി ഈസ് ഇറ്റ്സ് adverb, അല്ലെ? അതുകൊണ്ട് വാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. എലിസന്റെ വളരെ ഷ്രൂഡാണ്,
ക്ലെവർ ആണ്. രണ്ട് അർത്ഥത്തിലുള്ള വാക്കുകളാണ്. പക്ഷെ ഷ്രൂഡിന്റെ സിനോണിം ആയിട്ട് ക്ലെവർ ഉപയോഗിക്കാമെന്നുള്ളതേ ഉള്ളൂ. രണ്ട് വ്യത്യസ്തങ്ങളായ വാക്കുകളാണ്. ടു ഡിസ്റ്റിങ് വേർഡ്സ്. നോക്കൂ, അപ്പോ എങ്ങനെയുള്ള ഒരു സ്ത്രീയാണെന്ന് കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഷീ ഈസ് വെരി പ്രാക്ടിക്കൽ, അല്ലെ? പ്രായോഗിക ബുദ്ധി. ഷീ ഈസ് എ പ്രാഗ്മാറ്റിസ്റ്റ്, അല്ലെ? ആ സന്ദർഭം അനുസരിച്ച് കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് തീർച്ചയായിട്ടുണ്ട്. When the old man comes and people start coming to see him, നോക്കൂ എന്താ സംഭവിച്ചത്. നോക്കൂ, she quickly sees the potential for profit. അതിനകത്ത് എന്ത് കണ്ടു? പൊട്ടൻഷ്യൽ എന്നുള്ള വാക്ക് നോക്കൂ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ അതിന് പോസിബിലിറ്റി എന്നൊരു അർത്ഥം കൊടുത്താൽ മതി. പോസിബിലിറ്റി ഓഫ് ബീങ് യൂസ്ഡ് ഫോർ സംതിങ്, പണം ഉണ്ടാക്കാനുള്ള ഫോർ പ്രോഫിറ്റ്, അല്ലെ? നോക്കൂ, ആണെന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഷീ ബിഗിൻസ് ചാർജിങ് 5 cents to see him and makes a sizable profit, അല്ലെ? നല്ലൊരു സൈസബിൾ ഫോർച്യൂൺ അവരുണ്ടാക്കുക. മനസ്സിലായോ? ഭേദപ്പെട്ട, അല്ലെ, ഒരു സമ്പത്ത് അവരിൽ നിന്ന് സൃഷ്ടിക്കുകയാണ്. ഇതാണ് എലിസന്റെ ഒരു പ്രത്യേകത. അപ്പൊ എലിസന്റെ ഒരു ഷ്രൂഡ് വുമണാണ്. യെസ്, ഷീ ഈസ് വെരി ഷ്രൂഡ്, വെരി ക്ലെവർ ആൻഡ് പ്രാക്ടിക്കൽ. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? when the old man comes, old man with wings ആണ്, comes, എന്താ, start coming, people start coming to see him. ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി, അല്ലെ? നോക്കൂ, she quickly sees the possibility for profit. അതിനുള്ളിൽ ഒരു പ്രോഫിറ്റിന്റെ പോസിബിലിറ്റി കണ്ടു. And she begins charging 5 cents to see him. കാണണമെങ്കിൽ 5 cents കൊടുത്തേ തരൂ. And makes a sizable fortune, അല്ലെ? നല്ലൊരു സമ്പത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇത് നമുക്ക് ഷ്രൂഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരു വാക്ക് കേട്ടാൽ തോന്നുന്നൊരു വാക്കുണ്ട്, ഷ്രൂ. SHREW. ഇത് ഷ്രൂഡ് ആണ്. SHREWD. SHRSHRUWD. Shrewd. This is an adjective. ഇതിന്റെ ഉച്ചാരണം, ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. ദിസ് ഇസ് എന്ന ശബ്ദമാണ്. ഇത് ഷ്രൂഡ് എന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ വോവൽസ് സൗണ്ട്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൽഫബറ്റ് വെച്ചിരിക്കുന്നതും ഒരു ചെറിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഞാൻ കോൺസണൻസ് എങ്ങനെ വെച്ചിരിക്കാം, 24 കോൺസണൻസിന്റെ ഉച്ചാരണം കൂടി ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്തെത്തിക്കാം. നോക്കൂ, ഇനി അടുത്ത വാക്ക് SHREW. ഷ്രൂ എന്നാണ്. ഷ്രൂ എഴുതുന്നത് ഈ ഡ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഷ്രൂ. ഷ്രൂ എന്ന് പറയുന്നത് വളരെ കോറൽസം ആയിട്ടുള്ള, വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളിനെയാണ് ഷ്രൂ എന്ന് പറയുന്നത്. ഷ്രൂ. ഷ്രൂയിഷ് എന്ന ഒരു എഡ്ജക്റ്റീവ് കൊടുക്കാം. അതുപോലെ തന്നെ ഷ്രൂയിഷ് എന്നൊരു എഡ്ജക്റ്റീവും ഷ്രൂയിഷ്നെസ് എന്നൊരു നോൺ ഫോമും അതിനുണ്ട്. നോക്കൂ, പക്ഷെ ഈ വാക്ക് സാധാരണ ഇന്ന് ആദ്യം യൂസ് ചെയ്യാറില്ല. മനസ്സിലായല്ലേ? നോക്കൂ, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ കോറൽസ് എന്നോ അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് എന്നോ ഒക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈമിംഗ് ഓഫ് ദി ഷ്രൂ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട്. വളരെ രസകരമായ ഒരു നാടകമാണ്. ഒരു ഷ്രൂവിനെ, വളരെ കോറൽസം അതുപോലെ ഷോർട്ട് ടെമ്പേർഡ് ആയ പെൺകുട്ടിയെ, കാതറിൻ, അവളെ ഫെഡറിക്യോ എന്ന് പറയുന്ന യുവാവ് കല്യാണം കഴിച്ചുകൊണ്ട് പോയി ടൈം ചെയ്ത് നല്ല കുട്ടിയൊക്കെ തിരിച്ചുകൊണ്ടുവരുന്ന കഥയാണ്. അപ്പൊ വളരെ രസം തോന്നുന്ന കഥയാണ്. വായിച്ചു, കഥ വായിച്ചാൽ മതി. നാടകത്തിന്റെ ഒറിജിനൽ വായിക്കണം. നോക്കൂ, ഇപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. His only supernatural virtue seemed to be patience. Why does the author say so? നമ്മൾ കണ്ടു, the old man, the very old man with wings. അദ്ദേഹം ഒരു ഏഞ്ചൽ ആണെന്ന് ചിലരൊക്കെ പറഞ്ഞു, അല്ലെ? നമുക്ക് എന്തായാലും അദ്ദേഹം ഒരു സ്പെക്ടിക്കിൾ ആവുകയാണ്, അല്ലെ? ഒരു സർക്കസ് അനിമലിനെ പോലെ ആയിത്തീരുകയാണെന്ന് നിങ്ങളെല്ലാം കണ്ടതാണ്. നമുക്ക് ഇവിടുത്തെ ചോദ്യം, ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യൂ, അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിയാതീതമായ, മനുഷ്യർക്ക് സാധാരണ ഇല്ലാത്ത തരത്തിലുള്ള കഴിവുകളെയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. നേച്ചുറലിനും മുകളിൽ, അല്ലെ? നോക്കൂ, കഴിവ് ആകെപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പവർ ഓഫ് എൻഡുറൻസ് ആണ്, അല്ലെ? സഹിക്കാനുള്ള കഴിവാണ്. എന്തെല്ലാമാണ് പാവം സഹിക്കുന്നത്? എന്തെങ്കിലും റിയാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടായോ? ഇല്ല. ഇതാണ് ചോദ്യം.
അപ്പൊ ഇവിടെ എഴുത്തുകാരൻ പറയുന്നു, നാരേറ്റർ പറയുന്നു, ഈ ഓൾഡ് മാനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറയുന്നത് നമുക്ക് അയാളുടെ പവർ ഓഫ് എൻഡുറൻസ് ആണ്, അയാളുടെ പേഷ്യൻസ് ആണ്. അല്ലെ, എല്ലാം പേഷ്യന്റ് ആയിട്ട് സഫർ ചെയ്യണം. ആൻസർ, ഹി പെർഫോംസ് ന്യൂ മിറക്കിൾസ്, അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ല പാവം. അല്ലെ, ഡെലിവേഴ്സ് ന്യൂ പ്രൊഫസി, പ്രവചനങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല. ഇന്നതുപോലെ സംഭവിക്കും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ഓഫേഴ്സ് ന്യൂ വിസ്ഡം, ആർക്കും വിസ്ഡം ഉപദേശിക്കുന്നില്ല. അല്ലെ, ഒന്നുമില്ല. പിന്നെയോ നോക്കൂ, ഹി ഈസ് സിംപ്ലി എ മാൻ വിത്ത് വിങ്സ്. അങ്ങനെയാണ് മാർക്കീസ് അദ്ദേഹത്തെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അല്ലെ, നോക്കൂ, സിംപ്ലി ആൻ ഓൾഡ് മാൻ വിത്ത് വിങ്സ്. വിങ്സിലുള്ള പ്രശ്നം അല്ലെ, വെറും ഒരു പാവം ഓൾഡ് മാനാണ്. സൈലന്റ്, ഇട്ടിട്ടുണ്ട്, സൈലന്റ്, പാസീവ് ആൻഡ് സൈലന്റ്, പാസീവ് ആൻഡ് എന്തുമാണ്, എൻഡ്യൂറിംഗ് ആണ്. എൻഡ്യൂറിംഗ്, പവർ ഓഫ് എൻഡുറൻസ് എന്ന് പറയാം. എൻഡ്യൂർ ചെയ്യാനുള്ള കഴിവ്, എല്ലാം പേഷ്യൻസോടുകൂടി സഹിക്കാനുള്ള കഴിവാണ്. സോ ദി നറേറ്റർ സേസ് ദാറ്റ് പേഷ്യൻസ് സീം ടു ബി, സീംഡ് എന്നൊരു വാക്കുണ്ട് അല്ലെ, സീം ടു ബി ഹിസ് ഓൺലി supernatural virtue. So what seemed to be his only supernatural virtue? Patience, endurance. അല്ലെ, പാസീവ് ആയിട്ടുള്ള സഫറിംഗ് ആണ്, എല്ലാം സഫർ ചെയ്യുകയാണ്. യാതൊരു റിയാക്ഷനും അദ്ദേഹത്തിൽ നിന്ന് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. മനസ്സിലായല്ലോ? നോക്കൂ, ഇപ്പോ ആൻസർ ഒന്നുകൂടി നോക്കൂ. ഹി പെർഫോംസ് ന്യൂ മിറക്കിൾസ്, ഡെലിവേഴ്സ് ന്യൂ പ്രൊഫസി ആൻഡ് ഓഫേഴ്സ് ന്യൂ വിസ്ഡം. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകും. അതിനെല്ലാം വേണമെങ്കിൽ ഓരോ സെന്റൻസ് ആകാം. അല്ലെ, ഹൈഫൺ ഇട്ടിട്ടുണ്ട്. അല്ല, അടുത്ത സെന്റൻസ്, ഹി ഈസ് എ സിമ്പിൾ മാൻ, എന്തുമാത്രമേ ഉള്ളൂ, വിത്ത് വിങ്സ്. അവിടെയാണ് നമുക്ക് മാജിക്കൽ റിയലിസം വരുന്നത്. അല്ലെ, എ സിമ്പിൾ മാൻ റിയലിസം ആണ്, വിത്ത് വിങ്സ് മാജിക്കൽ ആണ്. അല്ലെ, നമുക്ക് സൈലന്റ്, അദ്ദേഹത്തിന്റെ ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് ആണ്, പാസീവ് ആണ്. പാസീവ് മീൻസ് ഒന്നും തിരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല, നോ റിയാക്ഷൻ. അല്ലെ, ഗാന്ധിയുടെ പാസീവ് റെസിസ്റ്റൻസിനെ പറ്റി കേട്ടിരിക്കും. അല്ലെ, ഇങ്ങോട്ട് എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യും. പാസീവ് ആണ് ആൻഡ് എൻഡ്യൂറിംഗ് ആണ്, എല്ലാം സഫർ ചെയ്യുകയാണ്. അല്ലെ, സോ ദി നറേറ്റർ സേസ് ദാറ്റ് പേഷ്യൻസ് സീം ടു ബി ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി ഓർ സൂപ്പർ നാച്ചുറൽ വെർച്യൂ. വെർച്യൂ അറിയാം നമുക്ക്. വെർച്യൂ എന്ന് പറയുമ്പോൾ ഒരു നന്മ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എന്നുള്ള അർത്ഥത്തിലെ വാക്ക് യൂസ് ചെയ്യുന്നത്. വെർച്യൂ ആൻഡ് വൈസ്, VICE ആണ് അതിന്റെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Why do more people flock to see the woman rather than the old man? കഥ നിങ്ങൾ മുന്നോട്ട് വായിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അടുത്ത പാഠങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ. Why do more people flock to? ഒരുപാട് ആളുകൾ നോക്കൂ ടു സീ ദി വുമൺ, സ്ത്രീയെ കാണാൻ, സ്പൈഡർ വുമണിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അല്ലെ, ഇവിടെ ക്രമേണ ആരും ഇല്ലാതായി. ആളുകൾക്ക് ഇയാളിലുള്ള താല്പര്യം കുറഞ്ഞു. ഇതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാൻ. Why do more people flock to the woman rather than the old man? ഇതാണ് ചോദ്യം. അപ്പൊ എന്തുകൊണ്ട് കൂടുതൽ ആളുകൾ സ്ത്രീയെ കാണാൻ പോയി, സ്പൈഡർ വുമണിനെ കാണാൻ പോയി, ഇതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ? നമുക്ക് ആൻസർ നോക്കാം. More people flock to see the spider woman because, ചോദ്യത്തിൽ തന്നെയുള്ള ഭാഗമാണ്. എന്താണ്? Her story is simple, ലളിതമാണ് കഥ. ആളുകൾ താല് പുകുഞ്ഞ് ആലോചിക്കാനൊന്നും പോകുന്നില്ല. അത് പൊതുജനത്തിന്റെ ഒരു സ്വഭാവവുമല്ല. അല്ലെ, നോക്കൂ, സിമ്പിൾ ആണ്, ഡ്രാമാറ്റിക് ആണ്. അല്ലെ, അവിടെ നാടകീയതയുണ്ട്. സ്റ്റോറി ഈസ് സിമ്പിൾ, ഡ്രാമാറ്റിക്, നല്ല നാടകീയമാണ്, പെട്ടെന്നൊക്കെ സംഭവിക്കുന്നു. അല്ലെ, നോക്കൂ, ഡ്രാമാറ്റിക് ആണ്. അല്ലെ, ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അവർക്ക് അവിടെ തല്ല് പുകുഞ്ഞ് ആലോചിക്കേണ്ട യാതൊരു കാര്യമില്ല. അല്ലെ, പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നു. നോക്കൂ, ദി ഷോ ഈസ് ലെസ് എക്സ്പെൻസീവ് ടു. അല്ലെ, ഒരു കാര്യമുള്ളത് ലെസ് എക്സ്പെൻസീവ് ആണ്, ചെലവ് കുറവാണ്. അവിടെ 5 cents കൊടുക്കണം, ഇവിടെ അത് കൊടുക്കണ്ട. അല്ലെ, നോക്കൂ, ഇതിനെല്ലാം ഉപരി മാർക്കീസ് ഒരു പോയിന്റ് കൂടി അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി. എന്താണ്? ഇറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ, നമ്മുടെയൊക്കെ സ്വഭാവമാണ്.
എന്ത് ടു ലൂസ് ഇൻട്രസ്റ്റ് ഇൻ സംതിങ്. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു. വൺസ് എ ന്യൂ അട്രാക്ഷൻ അപ്പിയേഴ്സ്, അല്ലെ? പുതിയൊരു കാര്യം, പുതിയൊരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ പഴയടത്തോട്ട് പിന്നെ ആരും പോകുന്നില്ല, അല്ലെ? മാത്രല്ല, നമുക്ക് അല്പം ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വന്നാൽ നമ്മൾ അതിനോട് മുഖം തിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുവെ മനുഷ്യന്റെ സ്വഭാവമാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? More people flock to see the spider woman because her story is simple. കഥ സിമ്പിൾ ആണ്. നോക്കൂ, അതുപോലെ തന്നെ ഡ്രാമാറ്റിക് ആണ്, അല്ലെ? നോക്കൂ, അതുപോലെ തന്നെ ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. മനസ്സിലാക്കാൻ ഇതിനേക്കാൾ എത്രയോ എളുപ്പമാണ്. മറ്റത് ഒരാൾ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല, അങ്ങനെ കിടക്കുന്നു, ചിറകുണ്ട്. നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. തല പുകയ്ക്കേണ്ടി വരുന്നു. ഇതൊന്നും കാര്യം ഇതിനകത്തില്ല, അല്ലെ? ആരെ തല പുകയ്ക്കാൻ പോകുന്നത്, അല്ലെ? നമുക്ക് ടു അണ്ടർസ്റ്റാൻഡ് ദി അടുത്തത് ദി ഷോ ഈസ് ലെസ് എക്സ്പെൻസീവ്. അവിടെയും നമ്മൾ നോക്കും, പണം കുറച്ച് പൈസ കൊടുത്താൽ മതി, അല്ലെ? ആൻഡ് എബോവ് ഓൾ, ഇതിനെല്ലാം ഉപരി ഇറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ ഒരു ജനറൽ ആയിട്ടുള്ള സ്വഭാവമാണ് to lose interest in something. നമുക്ക് ഈ വാക്ക് LOSE അത് വെച്ചിരിക്കുന്ന ലൂസ് എന്നാണ്. ലൂസ്, ലോസ് അല്ല, ലോസ് LOSS ആണ്. Lose interest in something once a new attraction appears. Now let's go to the next question. It's why is the doctor surprised by the logic of the wings? ഇവിടെ നമുക്ക് അറിയാത്ത വാക്കുകളൊന്നുമില്ല, അല്ലെ? There are no new words like logic. Do you know the meaning of the word logic? What does it mean? Logic is the science of thinking about something or explaining something using formal methods. You can say that it's sensible reason. Logic is sensible reason. Yukti. Sensible. Sorry, logic. Sensible reason. No, logical. No, logically. എന്നൊക്കെ പറയാം. ലോജിക്കൽ എന്ന് പറയുമ്പോൾ എഡ്ജക്റ്റീവ് ആണ്, ലോജിക്കലി എന്ന് പറയുമ്പോൾ adverb ആണ്. അപ്പൊ ലോജിക്കൽ മീൻസ് റീസണബിൾ, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇതിന്റെ യുക്തി എന്ന്, അല്ലെ? നോക്കൂ, ഈ വിങ്സിന്റെ യുക്തി എന്തെന്ന് പറയാൻ, എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡോക്ടർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ വൈ ഇസ് ദി ഡോക്ടർ സർപ്രൈസ്ഡ് ബൈ ദി ലോജിക് ഓഫ് ദി വിങ്സ്? ഡോക്ടർ അറിവുള്ള ആളാണ്, അല്ലെ? ഹ്യൂമൻ അനോട്ടമി ഒക്കെ പഠിച്ച ആളാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? നോക്കൂ, the doctor checks the old man and finds that his wings are real. പക്ഷേ ഡോക്ടർ അങ്ങനെ ആയിരിക്കില്ല നേരത്തെ കരുതിയത്, അല്ലെ? ബട്ട് wings are real. Then with feathers, അല്ലെ, feathers ഉണ്ട്, bones ഉണ്ട്, flesh ഉണ്ട്, bones, flesh and even parasites, അല്ലെ? ഇതൊരു തമാശയാണ്. പാരസൈറ്റ്സ് കൂടിയുണ്ട്. മനസ്സിലായല്ലോ? നോക്കൂ, അത് ജീവനുള്ള ഒന്നല്ല, അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെയർ ഓഫ് വിങ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പാരസൈറ്റ്സ് ഉണ്ടാവില്ല, അല്ലെ? അപ്പോ ഇവിടെ പാരസൈറ്റ്സ് കൂടിയുണ്ട്. ബട്ട് സ്റ്റിൽ can't explain why other human beings have wings, but he cannot explain. അദ്ദേഹത്തിന് വിവരിക്കാനാകുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനാകുന്നില്ല. why other humans don't have wings? അല്ലെ? എന്തുകൊണ്ടാണ് മറ്റുള്ള മനുഷ്യർക്ക് വിങ്സ് ഇല്ലാത്തത്, അല്ലെ? നോക്കൂ, ഹിസ് ലോജിക് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദി ലോജിക് ഓഫ് ദി വിങ്സ്. ശരിയല്ലേ? അദ്ദേഹത്തിന് അറിയാവുന്ന ലോജിക്ക് നമുക്ക് വിങ്സിന്റെ ലോജിക് എന്താന്ന് പറയാനായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിന് കഴിയാതെ വരുന്നു. മനസ്സിലായോ? സോ ഹിസ് ദി ഡോക്ടേഴ്സ് ലോജിക് എന്താണോ അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയത്, പഠിച്ചത്, അല്ലെ? നമുക്ക് അതിനൊന്നും തന്നെ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായില്ല. ഈ മനുഷ്യന്റെ ഓൾഡ് മാൻ വിത്ത് വിങ്സ്, ഇയാളുടെ വിങ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായില്ല, അല്ലെ? എന്ത് രസകരമായ കാര്യമാണത്. മാജിക്കൽ റിയലിസത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. സോ ഒന്നുകൂടി നോക്കൂ, ദി ഡോക്ടർ ചെക്സ് ദി ഓൾഡ് മാൻ ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് ഹിസ് വിങ്സ് ആർ റിയൽ വിത്ത് എന്തൊക്കെ ഡോട്ടഡ് ഹൈഫൻ ഉണ്ട്, വിത്ത് ഫെദേഴ്സ്, ബോൺസ്, ഫ്ലെഷ് ആൻഡ് ഈവൻ പാരസൈറ്റ്സ്. പഠിക്കാൻ ഒരുപാടില്ല. But still he can't explain why other humans don't have wings. എന്താണ് മറ്റുള്ളവർക്ക് ഇതില്ലാത്തത് എന്ന് ചിന്തിക്കാൻ, എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാകുന്നില്ല.
his logic fails to explain the logic of the old man's things. So the last question. Why does Elisnder let out a sigh of relief? Why does Elisnder let out a sigh of relief? ഒരു sigh of relief എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആശ്വാസത്തിന്റെ ഒരു നിശ്വാസം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, അല്ലെ? അതാണ് വളരെയേറെ അവർക്കൊരു ആശ്വാസം ഉണ്ടായി, അതിന്റെ ഒരു ദീർഘശ്വാസം വിട്ടു അവരത് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം, അല്ലെ? ഈ ചോദ്യത്തിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. The answer is very, very clear. എന്തൊക്കെയാണോ? Elisnder has made a fortune out of the old man. അല്ലെ? നമ്മുടെ ഓൾഡ് മാനിൽ നിന്ന് അവരുണ്ടാക്കിയ ഫോർച്യൂൺ നമ്മൾ കണ്ടതാണ്, അല്ലെ? അപ്പൊ വലിയ സമ്പന്നയായിരിക്കുകയാണ്, ഒരു സൈസബിൾ ഫോർച്യൂൺ അവരുണ്ടാക്കിയിരിക്കുകയാണ്. But now people no longer come to see the old man. അല്ലെ? ഇപ്പൊ വരുമാനമൊന്നുമില്ല, നമുക്ക് അയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. He has become a burden. ശരിക്കും പറഞ്ഞാൽ അയാളൊരു ബേർഡനാണ്, അല്ലെ? നമ്മളായാലും ബേർഡൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ, ആവശ്യമില്ല. സോ when the old man flies away, ഒരു സുപ്രഭാതത്തിൽ അയാള്, അല്ലെ, ചെറുകടിച്ച് പറന്നു പോയപ്പോ she lets out a sigh of relief. അറിയാതെ, അല്ലെ, അവരൊന്ന് ആശ്വാസത്തിന്റെ ഒരു നിശ്വാസം അവരിൽ നിന്നുണ്ടായി. She is too shrewd to be compassionate. അല്ലെ, നോക്കൂ, കമ്പാഷനേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങള് കമ്പാഷൻ, സിമ്പത്തി എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെ? കമ്പാഷനേറ്റ്, സിമ്പത്തറ്റിക്, മനസ്സിലായി, എംപത്തറ്റിക് എന്നൊക്കെയുള്ള വാക്കുകൾ ഈ ടെക്സ്റ്റ് തന്നെ ഉണ്ടെന്ന് എനിക്ക് നോക്കൂ. അപ്പോ അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉണ്ടാകാൻ അവര് ടു ഷ്രൂഡ് ആണ്. ഷ്രൂഡ് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്, മനസ്സിലായില്ലേ? പക്ഷേ നോക്കൂ, അതിനെന്താകാൻ പറ്റും, വളരെ നെഗറ്റീവായ ഒന്നാകാൻ പറ്റുമെന്ന് കാണിക്കുകയാണ്. ഒരു ഷെയ്ഡി മീനിങ് ഒന്നപ്പോ ആ ഷ്രൂഡ് എന്നുള്ള വാക്കിന് ഉള്ളതുപോലെ തോന്നും നമ്മൾ ഈ കഥ വായിച്ചാൽ, അല്ലെ? She is too shrewd to be compassionate. എന്നുള്ളൂ. Elisnder has made a fortune out of the old man. Made the fortune. കുറെ സമ്പത്ത് ഉണ്ടാക്കി എന്നേ അർത്ഥമുള്ളൂ. But now people no longer come to see him, come to see the old man. So he has become a burden. അല്ലെ? അവൾക്ക് അയാളൊരു ബേർഡനായി മാറിയിരിക്കുന്നു. So when the old man flies away, we can write or say when the old man finally, eventually എന്നുള്ള വാക്ക് നമുക്ക് ചേർക്കാം. Eventually flies away, she lets out a sigh of relief. She is too shrewd or astute, clever to be compassionate. അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തുള്ള സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. If there is any sentence or paragraph you want me to explain, please just keep it in comments. Suggestions and even a bit of friendly criticism are always welcome. So if you find this class useful, don't forget to like, subscribe and share. See.